ശ്രീനിവാസൻ മരിച്ചു. ശ്രീനിവാസൻ മരിച്ചത് മാത്രമല്ല, ഇനി ആര് മരിച്ചാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാരും നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കും. ഭയങ്കര പ്രതിഭയാണ്, ചിരിപ്പിച്ചു ചിന്തിപ്പിച്ചു എന്നൊക്കെ പൃഥ്വിരാജ് പറഞ്ഞു. പക്ഷെ ചിരിച്ചൊന്നുമില്ല. ചിരിച്ചു കാണാൻ ചിന്തിച്ചു കാണാൻ വഴിയില്ല. ചിന്തിച്ചിട്ടുണ്ടാകുന്ന അവൻ പൃഥ്വിരാജ് ആകത്തില്ല. എന്താണെങ്കിലും ഇതങ്ങോട്ട് കൂടുക, ഓവറാക്കുക ആൾക്കാര് എല്ലാവരും. സുഹൃത്തുക്കളെ, ഇതിനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് ആരുടെ ഇവൻ എന്ന് തോന്നുന്നുണ്ടാവും. പരമപുച്ഛം, നിലവുള്ള എല്ലാ ആൾക്കാരോടും പുച്ഛം, മോഹൻലാലിനെ പുച്ഛം, ശ്രീനിവാസനെ പുച്ഛം, മമ്മൂട്ടിയെ പുച്ഛം. ഈ ലോകത്ത് നല്ലൊരുത്തരുണ്ടെങ്കിൽ അത് ഇവൻ മാത്രം, ഈ ചെകുത്തൻ മാത്രമാണ്. ഇങ്ങനത്തെ ഒരു ചിന്തയുമായിട്ട് നടക്കുന്ന ഒരു ചങ്ങാതിയാണ്. ചെകുത്താന്റെ പേര്, ശരിക്ക് പേരൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. എന്തായാലും ഇപ്പൊ മോഹൻലാലിനെ ട്രോളാൻ വേണ്ടിയിട്ട് നമ്മുടെ പാവം അന്തരിച്ചു പോയ ആ മഹാനായ, അങ്ങനെ തന്നെ പറയണം, മഹാനായ ആ ഒരു സിനിമ സംവിധായകനും തിരക്കഥാകൃത്തും അഭിനേതാവായിട്ടുള്ള ശ്രീനിവാസൻ ചേട്ടനെ അപമാനിക്കുകയാണ്, അക്ഷരാത്തിൽ അപമാനിക്കുക. ഇവനൊക്കെതിരൊക്കെ കേസ് എടുത്ത് അകത്തിടണമെന്നുള്ളതാണ്. കണ്ടുനോക്കൂ. കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാം വൻ പ്രതിഭ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഫോളോവർ സ്റ്റാറ്റസ് എല്ലാം വരുവാണേ. ഇത് പക്ഷെ അധികം നീട്ടുന്ന അത്ര സേഫ് അല്ല. ഇത് എത്രയും പെട്ടെന്ന് നിർത്തിക്കും എല്ലാരും. ഇതിനകത്തൊരു കുഴപ്പമുണ്ട്. ഇത് മോഹൻലാൽ ഇരുന്ന് കാണുന്നുണ്ട്. അപ്പൊ മോഹൻലാൽ നോക്കുമ്പോ ശ്രീനിവാസൻ മരിച്ചപ്പോ ഭയങ്കര ഓളം, ഇത്രയും ആളുകൾ പ്രതിഭയാണ്, ഭയങ്കര ചിന്തിപ്പിക്കുകയാണ്, ചിരിപ്പിക്കുകയാണ്, ശരിക്കുള്ള സൂപ്പർ സ്റ്റാർ ശ്രീനിവാസനായിരുന്നു എന്നൊക്കെ ഉള്ള പോലത്തെ രീതിയിൽ കുറെ സാധനമൊക്കെ കാണുക കഴിയുമ്പോൾ ചിലപ്പോൾ മോഹൻലാൽ മരിക്കാൻ സാധ്യതയുണ്ട്. കാരണം മരിച്ചിട്ടാണേലും നമുക്കിത് കിട്ടണ്ടേ. ഇപ്പൊ അടുത്തിടെയെങ്കിലും അങ്ങനെയുള്ള ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ. അവാർഡൊക്കെ മേടിക്കാനല്ലേ പറ്റുന്നുള്ളൂ. കണ്ടില്ലേ, മോഹൻലാലിനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ശ്രീനിവാസൻ ചേട്ടൻ മരിച്ചപ്പോൾ നോക്കൂ, തമിഴ്നാട്ടില് ശരിയല്ലേ, തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് ആരാധകരുണ്ടെന്ന്. നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ സ്റ്റാറ്റസ് ഇടുന്നു, ഒരു വലിയ പ്രതിഭയാണെന്ന് പറയുന്നു. അത് ചുമ്മാ പറയുന്നല്ല, അയാൾ അങ്ങനെയാണെന്നേ. ഈ ചെകുത്താനൊക്കെ എന്ത് തരം ഭ്രാന്താണ് ഇവന്മാരൊക്കെ തലച്ചോറിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിന്റെ കാര്യത്തിലാണ് അന്തരിച്ചു പോയ ഒരു മനുഷ്യനെ ഇങ്ങനെ ഇരുന്ന് അപമാനിക്കുന്നത്? ശ്രീനിവാസൻ ചേട്ടൻ മരിച്ചു, വലിയ പ്രതിഭ എന്ന ആളുകളൊക്കെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, പക്ഷെ അത് അധികം നീട്ടണ്ട. മോഹൻലാൽ ഇത് കാണുന്നുണ്ട്. മോഹൻലാൽ കണ്ടു കഴിഞ്ഞാൽ മോഹൻലാലിന് മരിക്കാനൊക്കെ തോന്നും. മരിച്ചു കഴിഞ്ഞാലെങ്കിലും ഇങ്ങനെയുള്ള കുറെ പ്രസക്തിയൊക്കെ കിട്ടുമല്ലോ. ഈ അടുത്ത കാലത്ത് അങ്ങനെ പ്രസക്തി ഒന്നും കിട്ടുന്നില്ലല്ലോ. മനസ്സിലായില്ലേ? ഇന്റേണലായിട്ട് ഉള്ളിക്കൂടെ നമ്മുടെ മോഹൻലാലിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രീനിവാസൻ ചേട്ടൻ എടുത്ത് ഉപയോഗിക്കുന്നു നടത്താം. ഇത് കഴിഞ്ഞിട്ടില്ലെന്നേ, ഈ ഒരു ഒറ്റ വീഡിയോ ആണെങ്കിൽ കുഴപ്പമില്ല, വീണ്ടും ഉണ്ട്. അതാണ് സങ്കടം. ശ്രീനിവാസൻ മരിച്ചപ്പോഴേ ഇപ്പൊ പോസ്റ്റുകൾ എഴുതി വെക്കുന്നതാണ് റെസ്റ്റ് ഇൻ സിനിമ എന്ന്. അപ്പൊ റെസ്റ്റ് ഇൻ സിനിമ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ബേക്കറി തൊഴിലാളിയാണ് മരിക്കുന്നതെങ്കിൽ റെസ്റ്റ് ഇൻ ബേക്കറി, ഹോട്ടലാണ് റെസ്റ്റ് ഇൻ ഹോട്ടൽ, റെസ്റ്റ് ഇൻ ഇലക്ട്രിസിറ്റി ബോർഡ്, റെസ്റ്റ് ഇൻ ട്രാൻസ്പോർട്ട് ബസ്. അവന്റെ ആ കൊണ ചിരി ഒന്ന് ആലോചിച്ച് നോക്കുന്നേ. എന്തുകൊണ്ടാ റെസ്റ്റ് ഇൻ സിനിമ എന്നൊക്കെ പറയുന്നേ? അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു മനുഷ്യനാ. സിനിമ അത് മാത്രമായിരുന്നു. നമ്മുടെ ഒരു കാലഘട്ടത്ത് നമ്മുടെ മലയാള സിനിമയിലെ ഈ എന്താ പറയുക, ഏറ്റവും മോശപ്പെട്ട തരത്തിലുള്ള സ്ത്രീകൾ അധിക്ഷേപിച്ചു കൊണ്ടിട്ടുള്ള ഇന്നർ മീനിങ് ഉള്ള, ഡബിൾ മീനിങ് ഉള്ള, ഒരുപാട് സെക്ഷലി ഉള്ള തമാശകളൊന്നും ആയിരുന്നില്ല ശ്രീനിവാസൻ ചേട്ടൻ്റെ തമാശകൾ. അത് വേറെ ലെവലായിരുന്നു ശ്രീനിവാസൻ ചേട്ടൻ്റെ തമാശകൾ. ഞാൻ ഇത് ഈ ഒരു വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തിനെ തമാശ രീതിയിൽ കാണിച്ചു തരാം. പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ഒരു നിമിഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 2-3 നിമിഷം കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ നമുക്കിത് ഓടുക, ഓ ഇങ്ങനത്തെ ഒരു സാധനം അതിൻ്റെ ഇടയിലുണ്ടല്ലോ എന്നുള്ളതൊക്കെ. ഇദ്ദേഹത്തിൻ്റെ എഴുതി വെച്ച, ഇദ്ദേഹം തന്നെ പറഞ്ഞ, മറ്റ് പലരെ കൊണ്ടും പറയിപ്പിച്ച ഡയലോഗുകളൊക്കെ നമ്മൾ ഡെയിലി ലൈഫുകൾ പറയുന്നുണ്ട്. ദാസനും വിജയന്റെ അവസ്ഥ, നമുക്ക് എന്തെങ്കിലും നല്ല കാലം ഉണ്ടാവുന്നുള്ളൊരു പറഞ്ഞ ഡയലോഗ് നമ്മൾ എപ്പോഴാണ് പറയാത്തുള്ളത്? എന്താണ് ദാസ, നമുക്ക് എന്താ ഈ ബുദ്ധി മുമ്പ് തോന്നാത്തത് എന്നീ പറയുന്ന വർത്തമാനങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവന്റെ ആ ഇളി കണ്ടു നോക്കണേ. കണ്ടക്ടറൊക്കെ മരിച്ചു കഴിയുമ്പോ പിന്നെന്താ അങ്ങനെ ഒരുപാട്. പിന്നെ വേറെന്തൊക്കെയുള്ള ഇവിടെ റെസ്റ്റ് ഇൻ ലുലു മോൾ, ലുലുവിലെ സ്റ്റാഫ് ഒക്കെ മരിക്കുമ്പോ റെസ്റ്റ് ഇൻ ഷോപ്പിംഗ് മോൾ എന്നിരുന്നായിരിക്കും. ലുലു എന്നൊക്കെ ഇടുന്ന മോശമല്ലേ, സിനിമ എന്നല്ലേ പറഞ്ഞു. അപ്പൊ റെസ്റ്റ് ഇൻ ഷോപ്പിംഗ് മോൾ, റെസ്റ്റ് ഇൻ വർക്ക്ഷോപ്പ്, വേറെന്തൊക്കെയുള്ള എല്ലാവർക്കും എല്ലാം കിട്ടിയില്ല. റെസ്റ്റ് ഇൻ സലൂൺ, റെസ്റ്റ് ഇൻ ബ്യൂട്ടി പാർലർ, ബ്യൂട്ടീഷ്യൻ മരിക്കുമ്പോൾ സലൂണിൽ മുടിവെട്ട് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ റെസ്റ്റ് ഇൻ ബാർബർ ഷോപ്പ്, സലൂണായിപ്പോ എല്ലാം. റെസ്റ്റ് ഇൻ ഫ്രൂട്ട് ജ്യൂസ്, പിന്നെന്താ വേറെന്തൊക്കെയാ ഉള്ളത്? റെസ്റ്റ് ഇൻ ഓയോ. റെസ്റ്റ് ഇൻ സിനിമ എന്ന് പറഞ്ഞത് ഇവനോട് പിടിച്ചില്ല. ഇത്തരം കുറെ വാണങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനത്തെ കുറെ വാണങ്ങളുണ്ട്. അന്തരിച്ചു പോയ മഹാന്മാരായിട്ടുള്ള ആളുകളുടെ
അസറ്റ് എന്തായിരുന്നു, അവർ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി തന്ന ഒരു നില എന്തായിരുന്നു, വില എന്തായിരുന്നു, നമ്മുടെ സിനിമ ഏത് സ്ഥലത്തേക്കാണ് ഇവന്മാരൊക്കെ ഉയർത്തി കൊണ്ടുപോയത് എന്നതിനെ പറ്റിയിട്ട് യാതൊരു ധാരണയില്ലാത്ത കുറെ ആളുകളുണ്ട് എന്നുള്ളതാണ്. യാതൊരു ധാരണയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്ക് ബോറൻ വർത്തമാനം പറയുന്ന കുറെ എണ്ണം ഉണ്ടാവും. ഒരു സംശയമില്ല, അതിലത്തെ ഒരുവനാണ് ഇവന് എന്നുകൂടി എനിക്ക് പറയേണ്ടി വരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെകുത്താൻ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. പക്ഷെ ഇത് മരിച്ചുപോയ ശ്രീനിവാസൻ എന്ന പോലുള്ള ആ ഒരു മഹത് വ്യക്തിയെ കുറിച്ചിട്ടൊക്കെ ഇമ്മാതിരി വർത്തമാനം പറയുന്ന ആളുകളൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് സത്യം പറയാലോ ഇജാതി ആളുകളൊക്കെ ഉണ്ടല്ലോ നാവ് പൂട്ടിക്കെട്ടാനുള്ള ശ്രമം ഉണ്ടാക്കുക. നമ്മുടെ ജനതവിദ്യ ലോകത്ത് അതൊന്നും നടക്കില്ല എന്നതാണ്. ഇവരൊക്കെ എതിരെ അസാഡ് കേസ് എടുക്കാന്നല്ല. മക്കൾ എന്തായാലും എന്താ പറയുക, കേസ് എടുക്കാൻ സാധ്യതയില്ല. അവർക്കൊന്നും ഇത്തരം കോമാളികളൊന്നും താല്പര്യമേ ഇല്ല. അപ്പോൾ ഇനി ഇവനൊക്കെ വെറുതെ വിട്ടുകളയും. പക്ഷേ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ സിനിമാ മേഖലയിൽ തന്നെ ഉണ്ടല്ലോ, ഇല്ലേ? സിനിമാ മേഖലയിൽ തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകളാണ് ഇത്തരം ആളുകൾക്കൊക്കെ എതിരെ കേസ് എടുക്കേണ്ടത്. സത്യം. ബൈ.